മഴ തോരും മുൻപിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ഹോസ്പിറ്റലിൽ ബാലേന്ദ്രൻ വൈജിയോട് സംസാരിക്കുമ്പോൾ വൈജി ആണെങ്കിൽ ബാലേന്ദ്രനോട് ഭയങ്കര ദേഷ്യമാണ് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് എന്നോട് സംസാരിക്കേണ്ട ഒരാവശ്യവുമില്ല, ഞാനും നിങ്ങളും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന് ചോദിക്കുകയാണ്. ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നമ്മൾ തമ്മിൽ ഒരു ബന്ധവും ഇല്ലയോ എന്ന് ചോദിക്കുന്നുണ്ട്. ഒരു ബന്ധവുമില്ല, പിന്നെ ഇവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വരാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് വൈജ പറയുന്നുണ്ട്. ബാലേന്ദ്രൻ പറയാണ്, അങ്ങനെ ആയിക്കോട്ടെ, എനിക്കൊരു വിരോധവും ഇല്ല, നീ അങ്ങോട്ട് വരണമെന്ന് എനിക്കൊരു നിർബന്ധവും ഇല്ല. പിന്നെ നമ്മൾ തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കട്ടെ, അത് തുടർന്നുകൊണ്ടേയിരിക്കാം എന്ന് ബാലേന്ദ്രൻ പറഞ്ഞു. ബാലേന്ദ്രൻ ഹോസ്പിറ്റലിൽ നിന്ന് പോരുകയാണ്. അപ്പം വൈജയ്ക്കാണെങ്കിൽ ബാലേന്ദ്രനോട് നല്ല ദേഷ്യമുണ്ട്. മാത്രമല്ല ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നീ എത്ര മക്കളെ പ്രസവിച്ച്? അതൊക്കെ ഇങ്ങനെ ആലോചിച്ച് കിടക്കുകയാണ്. നേരെ ബാലേന്ദ്രൻ കടപ്പാട്ടൂരിലേക്ക് വരുമ്പോൾ അവിടെ ശിവനും രാജീവും ഉണ്ട്. അവർ ബബിതയും രോഹിയും കൊണ്ടാക്കാൻ വന്നിരിക്കുകയാണ്. അപ്പം നിങ്ങളിങ്ങോട്ട് വന്നേന്ന് ബാലേന്ദ്രൻ ചോദിക്കുകയാണ്. അത് ബബിതയ്ക്കും രോഹിക്കും തിരിച്ചു വരണം. ഓഹോ, അവിടുത്തെ ജീവിതം അവർക്ക് മടുത്തോ? അല്ല, അവർ പറയുന്നത് അവർക്ക് തിരിച്ച് അവരെ തന്നെ വീട്ടിൽ വരണം, അവർ എന്നായാലും വരണമല്ലോ. ബാലേന്ദ്രൻ ചോദിക്കുകയാണ്, ഇപ്പോഴാണ് അവർക്ക് ഇത് സ്വന്തം വീടാണെന്നുള്ളൊരു ബോധ്യം ഉണ്ടായത് എന്ന് ചോദിക്കുകയാണ്. അതെന്തായാലും നന്നായി, സ്വയം തോന്നി വരാൻ തോന്നിയല്ലോ. അന്നേരം ശിവൻ ചോദിക്കുകയാണ്, ബാലേന്ദ്രൻ എവിടെ പോയിട്ട് വരികയാണ്? അത് ഹോസ്പിറ്റലിൽ പോയി വൈജി ഒന്ന് കണ്ടിട്ട് വരികയാണ്. ഇപ്പം വൈജിക്ക് എങ്ങനെ ഇരിക്കുന്നു? കുഴപ്പമില്ല, സംസാരിക്കാറൊക്കെ ആയി. ഇപ്പം എന്നോട് നല്ല വെല്ലുവിളിയൊക്കെ നടത്തിയിട്ട് ഇരിക്കുകയാണ്. അപ്പം ബാലേന്ദ്രൻ്റെ കയ്യിലുള്ള ഒരു പേപ്പർ എടുത്ത് കൊടുത്തിട്ട് ചോദിക്കുകയാണ്, ഇതെന്താ എന്ന് ശിവൻ ചോദിക്കുകയാണ്. അത് ഹോസ്പിറ്റൽ ബില്ല്. ഇതെന്തിനാ എൻ്റെ കയ്യിൽ തരുന്നത്? ഇതെനിക്ക് റീഫണ്ട് ചെയ്ത് തരണം. ഞാൻ എന്തിനാ റീഫണ്ട് ചെയ്യുന്നത്? നിൻ്റെ ഭാര്യയുടെ ചിലവിന് നീ നടത്തിയതിന് ഞാൻ എന്തിനാ റീഫണ്ട് ചെയ്യുന്നതെന്ന് ശിവൻ ചോദിക്കുകയാണ്. അത് ഞാനും അങ്ങനെ വിചാരിച്ചാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്തത്. എൻ്റെ കൂടെ ഇത്രയും നാൾ ജീവിച്ച സ്ത്രീയല്ലേ, അതുകൊണ്ടാണ് ഞാനും അങ്ങനെയൊക്കെ ചെയ്തത്. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചപ്പോൾ അവൾ എന്നോട് തറപ്പിച്ച് പറഞ്ഞ് ഞങ്ങൾ തമ്മിലൊരു ബന്ധവും ഇല്ല, ഇങ്ങോട്ട് അവൾ വരുന്നതുമില്ലെന്ന്. പിന്നെ ഞാൻ എന്തിനാ ഒരു അന്യയായ സ്ത്രീക്ക് വേണ്ടി ഈ പൈസയൊക്കെ ചിലവാക്കുന്നത്? അതുകൊണ്ട് തന്നെ എനിക്ക് ഈ പൈസ എല്ലാം റീഫണ്ട് ചെയ്ത് തന്നേ പറ്റൂ എന്ന് ബാലേന്ദ്രൻ പറയാണ്. അപ്പോൾ രാജീവ് പറയാണ്, അവളൊരു ദേഷ്യത്തിൻ്റെ പുറത്ത് പറഞ്ഞതായിരിക്കും ബാലേന്ദ്ര. അപ്പം ബാലേന്ദ്രൻ പറയാണ്, അവൾക്ക് എല്ലാത്തിനും ദേഷ്യവും ത്യാഗിക്കുകയാണല്ലോ. പക്ഷേ എന്നോട് അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് വെറുതെ എൻ്റെ കാശ് കളയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ആങ്ങളമാരെ കൂടി ആലോചിച്ച് എനിക്ക് പൈസ റീഫണ്ട് ചെയ്ത് തരണം എന്ന് പറയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്ക് അവർ രണ്ടുപേരും വല്ലാതാവുന്നുണ്ട്. നല്ലൊരു എമൗണ്ട് ഉണ്ടല്ലോ. അപ്പോൾ ശിവൻ പറയാണ്, എന്തായാലും ഞങ്ങൾ വൈജിയായിട്ട് സംസാരിക്കട്ടെ, ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ്. വൈജിയുടെ തീരുമാനം എന്താണെന്ന് ഒന്ന് അറിയട്ടെ എന്ന് ശിവൻ പറയാണ്. അപ്പോൾ ബാലേന്ദ്രൻ പറയാണ്, നിങ്ങൾ ആങ്ങളെയും പെങ്ങളും തമ്മിൽ ആലോചിക്കുകയോ കൂടി ആലോചിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോ, അതെനിക്കൊരു പ്രശ്നമില്ല. പക്ഷേ എൻ്റെ പൈസ ഇനി തിരിച്ച് റീഫണ്ട് ചെയ്ത് കിട്ടണം എന്ന് ബാലേന്ദ്രൻ പറയാണ്. അങ്ങനെ ശിവനും രാജീവും കൂടെ നേരെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് വൈജയ് ഹോസ്പിറ്റലിൽ ICU കയറി കാണുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഉണ്ടെന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട്. കുഴപ്പമില്ല, ഇപ്പം അത്യാവശ്യം സംസാരിക്കാമെന്നൊക്കെ വൈജ പറയുന്നുണ്ട്. ഞങ്ങളിപ്പം കടപ്പാട്ടൂരിൽ നിന്ന് വരികയാണ്. അതെന്തിനാണ് നിങ്ങൾ കടപ്പാട്ടൂർ പോയെന്ന് വൈജ ചോദിക്കണം. അത് നിൻ്റെ മക്കൾക്ക് തിരിച്ച് കടപ്പാട്ടൂരിലേക്ക് പോകണമെന്ന്. അപ്പോഴത്തേക്ക് വൈജ ഞെട്ടുന്നുണ്ട്. എന്ത്? ആ, അവർ തന്നെ ബബിത എന്നോട് വന്ന് തന്നെ പറഞ്ഞു എനിക്ക് കടപ്പാട്ടൂരിലേക്ക് പോകണമെന്ന്. എന്നായാലും പോയല്ലേ പറ്റൂ, അവിടെ അവർക്ക് എത്ര ദിവസം നിൽക്കാൻ പറ്റൂ എന്ന് ശിവൻ ചോദിക്കുകയാണ്. ഞാൻ വരുന്നവരെയെങ്കിലും അവരെ അവിടെ പിടിച്ചു നിർത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കുകയാണ്. ഞങ്ങളെന്തിനു പിടിച്ചു നിർത്തുന്നത്? അവരവരെ അച്ഛൻ്റെ അടുത്തേക്കല്ലേ പോയത്, പിന്നെ അവർ ഞങ്ങളുടെ അടുത്ത് ആവശ്യപ്പെട്ട് ഞങ്ങൾക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകണമെന്ന്, പിന്നെ ഞങ്ങൾ എന്തിനു പിടിച്ചു നിർത്തണമെന്ന് രാജീവ് ചോദിക്കുകയാണ്. അല്ലെങ്കിലും അവസാനം വന്നപ്പോഴത്തേക്ക് എല്ലാവരും എന്നെ കൈ ഒഴിഞ്ഞല്ലോ. എല്ലാവരും ബാലചന്ദ്രൻ്റെ കള്ളക്കഥയും കേട്ട് ബാലചന്ദ്രൻ്റെ സൈഡായല്ലോ എന്ന് വൈജ പറയുകയാണ്. ഈ പ്രശ്നത്തിനെല്ലാം കാരണം അലീനയാണെന്ന് വൈജ പറയുകയാണ്. അപ്പം രാജീവ് പറയുകയാണ്, ആ കുട്ടി എന്തോ ചെയ്തു? അവൾ ഒരു തെറ്റും ചെയ്തില്ല. നീയാണ് ഈ പ്രശ്നം എല്ലാം തുടങ്ങിയതും ഇവിടം വരെ എത്തിച്ചതും. ഈ ആക്സിഡൻറ്റ് കാരണവും നീയാണ്. അതിൻ്റെ എല്ലാ ഉത്തരവാദിത്തം നിനയാണ്. അത് അമ്മയെ നോക്കി മാന്യമായിട്ട് ആ വീട്ടിൽ കഴിഞ്ഞുകൊണ്ട് പോയപ്പോൾ നിനക്ക് പറ്റുന്നില്ല. അതിൻ്റെ ഓരോരോ കുറ്റം കണ്ടുപിടിച്ച് അതിനെ എത്രയും പെട്ടെന്ന് അവിടുന്ന് പുറത്താക്കണം. പിന്നെ ഞങ്ങളെയും കൂടെ തെറ്റിദ്ധരിപ്പിച്ച് ഞങ്ങളെയും കൂടെ വിളിച്ചു വരുത്തി ഞങ്ങൾ എന്തൊക്കെയോ അറിയാതെ ചെയ്തു കൂട്ടി. ബാലചന്ദ്രനും വാശിയായി. ബാലചന്ദ്രൻ നിന്നോട് പറഞ്ഞു അവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ. നീ എന്തിന് ആ രാത്രിയിൽ വണ്ടി എടുത്ത് പോകേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? അതുകൊണ്ടല്ലേ ഇങ്ങനെ വന്നത്, ഈ അവസ്ഥയിൽ ഇവിടെ കിടക്കേണ്ട വന്നത്. അപ്പം ഇതിൻ്റെ എല്ലാം പൂർണ്ണ ഉത്തരവാദിത്തം നിനക്ക് മാത്രമാണ് എന്ന് രാജീവ് പറയണം. എന്നിട്ട് കയ്യിരുന്ന ബില്ലെടുത്തോട്ട് കൊടുത്തിട്ട് പറയാണ്, ഇത് കണ്ടല്ലോ നിൻ്റെ ബില്ല, ഹോസ്പിറ്റലിലെ ബില്ല. ഇതെല്ലാം അടച്ചുകൊണ്ടിരുന്നത് ബാലചന്ദ്രനാണ്. കുറച്ച് മുമ്പേ ഇവിടെ വന്ന് നിന്നോട് സംസാരിച്ചുകൊണ്ട് പോയ നിൻ്റെ ഭർത്താവ് ബാലചന്ദ്രൻ. നീ ബാലചന്ദ്രൻ്റെ അടുത്ത് പറഞ്ഞല്ലോ ബാലചന്ദ്രനും നീയും തമ്മിൽ ഒരു ബന്ധവും ഇല്ലെന്ന്.
അയാൾക്ക് ബന്ധം ഉണ്ടായതുകൊണ്ടാണ് ഇത്രയും നാൾ നിൻ്റെ ബില്ലടച്ചത്. നീ തന്നെ പറഞ്ഞു ഇനി ബന്ധമില്ലെന്ന്. അതുകൊണ്ട് ഞങ്ങളുടെ അടുത്ത് വന്ന് ബാലേന്ദ്രൻ പറഞ്ഞു ഈ പൈസ എല്ലാം റീഫണ്ട് ചെയ്ത് കൊടുക്കണമെന്ന്. ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല, ഞങ്ങളത് ചെയ്യേണ്ട കാര്യവും ഇല്ല. രാജീവ് പറയാണ് ഈ നടന്ന കാര്യത്തിൻ്റെ എല്ലാ ഉത്തരവാദി നീയാണ്, അതുപോലെ ഈ ബില്ലിൻ്റെ ഉത്തരവാദിത്വവും നിനക്ക് തന്നെയാണെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് വൈജ ആകപ്പാട് ഷോക്കായിരിക്കുകയാണ്. കാരണം എല്ലായിടത്തും വൈജ തോറ്റു പോവുകയാണ്. സ്വന്തം ആങ്ങളമാർ തന്നെ തനിച്ചാക്കുന്നു, മക്കളാണെങ്കിൽ കൊല്ലപ്പള്ളിയിൽ നിന്ന് നേരെ കടപ്പാട്ടൂരിലേക്ക് പോയേക്കുന്നു. അങ്ങനെ ആകപ്പാടെ പ്രശ്നമായിരിക്കുകയാണ്. വൈജ എന്ത് ചെയ്യണം അറിയാതെ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. ശിവൻ പറയുകയും ചെയ്യുന്നുണ്ട്, നീ കൊല്ലപ്പള്ളിയിലേക്ക് വരാനായിട്ട് ഇരിക്കുകയാണെങ്കിൽ അത് വേണ്ട, അവിടെ അമ്മയെ തന്നെ നോക്കാൻ കമലയ്ക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ഇനി നീയും കൂടെ വന്നു കഴിഞ്ഞാൽ നിന്നെ ആര് നോക്കാനാ എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് ചെല്ലണ്ടെന്നാണ് ശിവൻ പറഞ്ഞതെന്ന് വൈജയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ആകെപ്പാടെ ധർമ്മസങ്കടത്തിലാണ് വൈജ. കടപ്പാട്ടൂരിലേക്ക് തിരിച്ചു വന്ന ബബിതയ്ക്കാണെങ്കിൽ പഴയ സ്വഭാവത്തിൽ നിന്ന് ഒരു മാറ്റവും ഇല്ല. അലീനയാണെങ്കിൽ ഫുഡൊക്കെ കൊണ്ടു കൊടുക്കുമ്പോൾ നിന്നോട് ആര് പറഞ്ഞ ഇതും കൊണ്ട് ഇങ്ങോട്ട് വരാനെന്ന് പറഞ്ഞ് ഫുഡൊക്കെ തട്ടിത്തെറിപ്പിക്കുന്നു. അലീനയോടുള്ള ദേഷ്യം ഇപ്പോഴും ബബിതയ്ക്ക് രോഗത്തിന് മാറിയിട്ടില്ല. കൊല്ലപ്പള്ളി നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ് ബബിത തിരിച്ചു വന്നിരിക്കുന്നത്. അതുപോലെ അലീനയടുത്ത് നല്ല ദേഷ്യവും ഇപ്പോഴും കാണിക്കുന്നുണ്ട്. അലീന അതൊന്നും വലിയ മൈൻഡ് ചെയ്യുന്നില്ല. ഇതിൻ്റെ ഇടയ്ക്ക് മനുവും അലീനയും തമ്മിൽ കൂടുതൽ അടുക്കുകയാണ്. മനുവാണെങ്കിൽ അലീനയുടെ ഫോട്ടോ ഇങ്ങനെ എടുത്ത് വെച്ച് പ്രണയത്തോടെ ഇങ്ങനെ നോക്കിയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അലീനയെ ഫോൺ ചെയ്യുന്നുണ്ട്. അലീനയെ ഫോൺ വിളിക്കുമ്പോൾ അലീനയോട് പറയാണ് മുത്തശ്ശൻ്റെ കൂടെ കഴക്കൂട്ടത്ത് വന്നപ്പം അവിടെ ഒരു പെണ്ണിനെ കണ്ട്, ഇപ്പം എൻ്റെ മനസ്സ് ആ പെണ്ണിൻ്റെ പിറകെയാണെന്നും പറഞ്ഞ് അലീനയോട് സംസാരിക്കുന്നത്. അങ്ങനെ അലീനയും മനുവും തമ്മിലുള്ള പ്രണയം തുടങ്ങുവാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട്, എനിക്ക് കഴക്കൂട്ടത്തിൽ സിസ്റ്റർമാരെയൊക്കെ കാണാൻ വലിയ ആഗ്രഹമുണ്ട്, പക്ഷേ അതിന് നടക്കുകയൊന്നും ചെയ്യത്തില്ലല്ലോ എന്ന് അലീന പറയുന്നുണ്ട്. അപ്പോൾ മനു പറയാണ്, നീ എന്തിനാണ് വിഷമിക്കുന്നത്, ഞാൻ നിന്നെ അങ്ങോട്ട് കൊണ്ടുപോവാം, നമുക്കൊരു ദിവസം പോയി അവിടെയുള്ളവരെയൊക്കെ കാണാം എന്ന് മനു പറയാണ്. ഇനിയിപ്പം നിനക്ക് എൻ്റെ കൂടെ ഒറ്റയ്ക്ക് വരുന്നതിന് പേടിയൊന്നുമില്ലല്ലോ, അല്ലെങ്കിൽ തന്നെ എന്തിനാണ് പേടിക്കുന്നത്, ഞാൻ നിൻ്റെ മുറച്ചിറക്കനല്ലേ എന്ന് മനു ആണെങ്കിൽ പറയുകയാണ്. അല്ലെങ്കിൽ ഞാൻ നിന്നെ കല്യാണം കഴിക്കാൻ പോവല്ലേ എന്നൊക്കെ അവർ ഭയങ്കര സ്നേഹത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട്. അങ്ങനെ മനു അലീനയും കൂടെ ഒരു ദിവസം കഴക്കൂട്ടത്തേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ മനു അലീനയെ വിളിക്കാനായിട്ട് വരികയാണ്. അപ്പോഴത്തേക്ക് എന്നും ഇടുന്ന ഡ്രസ്സൊക്കെ മാറ്റി നല്ല സുന്ദരിയായിട്ട് അലീന ഒരുങ്ങി വരുന്ന കാണുമ്പോൾ മനു ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോഴാണ് ഇഷ്ടമോളും പറയുന്നുണ്ട്, അലീന ചേച്ചി ഇപ്പോൾ സുന്ദരിയായിട്ടുണ്ട്, ആ ഡ്രസ്സൊക്കെ മാറ്റി അടിപൊളി ഡ്രസ്സ് ഇട്ടപ്പോഴത്തേക്ക് അലീന ചേച്ചി സുന്ദരിയായിട്ടുണ്ട് എന്ന് അലീനയെ എടുത്ത് കൃഷ്ണമോളും പറയുന്നുണ്ട്. അപ്പം മനു പറയുന്നുണ്ട്, അത് ശരിയാണ്, കൃഷ്ണമോൾ പറഞ്ഞ കാര്യം ശരിയാണ്, ഇവിടെ നിൽക്കുന്ന ആ പഴയ അലീനയല്ല, ഇപ്പം നല്ല സ്റ്റൈലായിട്ടുണ്ട് എന്നും പറഞ്ഞ് മനുവും പറയുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും പോകാനായിട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് പുറത്തേക്ക് പോകാൻ വേണ്ടി ചെരിപ്പിടുമ്പോഴത്തേക്ക് കൃഷ്ണമോൾ പറയാണ്, ഇപ്പം കണ്ടു കഴിഞ്ഞാൽ രണ്ടുപേരും ഇപ്പോൾ ഉടനെ കല്യാണം കഴിച്ച ചെറുക്കനും പെണ്ണുമാണെന്ന് തോന്നുന്നെന്നും പറഞ്ഞ് കൃഷ്ണമോൾ അവരെ കളിയാക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് അലീനയാണെങ്കിൽ കൃഷ്ണമോളെ അടിക്കാനായിട്ട് ഓട്ടിക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും ഭയങ്കര സന്തോഷത്തോടെ അവിടുന്ന് യാത്ര തിരിക്കുകയാണ്. അങ്ങനെ മനുവും അലീനയും കൂടുതൽ അടുക്കുകയാണ്.